കാണാൻ, നേരു പറയാൻ, നേരോടെ മുന്നോട്ട് എന്നും നിങ്ങളുടെ സ്വന്തം സിറ്റി. നമ്മളിപ്പോൾ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ നമ്മളെ മൊബൈൽ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, FB ഈ ലെവലിലുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ സംവിധാനത്തിൽ കൂടിയാണ് നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ പ്രാദേശികമായിട്ടുള്ള എല്ലാ അറിവുകളും അറിയുന്നത്. പക്ഷെ അതൊക്കെ എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ പല സമയത്തും നമുക്കത് സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു വാർത്ത ശരിയാണോ അല്ലേ? അപ്പോൾ ആധികാരികപരമായിട്ടുള്ള ഒരു ചാനലിൻ്റെ ഒരു അഭാവം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്തൊക്കെ ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിന് പകരം നമ്മുടെ നാടിൻ്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സത്യസന്ധമായ വാർത്തകൾ അറിയുന്ന ഒരു ചാനലാണ് നമുക്കിവിടെ ആവശ്യം. യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വരുന്ന വാർത്തകളൊന്നും സത്യസന്ധമല്ല. അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ചാനൽ വന്നാൽ അത് എന്തും കൊണ്ടും നന്നായിരിക്കും. പിന്നെ നമ്മൾ അറിയണത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയണത്. പിന്നെ ചെറിയ ചെറിയ പ്രാദേശിക ചാനലുണ്ട്, അതൊന്നും കാണാനുള്ള ഒരു സമയം നമുക്ക് കിട്ടലില്ല. സമയമല്ല, സംവിധാനമില്ല. ഇപ്പോൾ എല്ലാവരും ഡിഷും ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് പിന്നെ പ്രാദേശിക ചാനലുകളാണ് വരേണ്ടത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വലിയ വലിയ ചാനൽ കാണുന്നതിനെക്കാട്ടും നമ്മൾ പ്രാദേശിക വിഷയങ്ങൾ അറിയലാണ് നമ്മൾ ആവശ്യം. അതിന് നിങ്ങൾ സംവിധാനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഏത് നിരക്കും സ്വാഗതം ചെയ്യും. ഓരോ വ്യക്തികൾ പല രീതിയിലും ഓരോ വാട്സപ്പിൽ നിന്ന് അവിടെ നിന്നും ഇവിടുന്നൊക്കെ കിട്ടുന്നത് ഫോർവേഡ് ചെയ്യണമല്ലല്ലോ സത്യസന്ധത. നമ്മൾ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് നല്ലൊരു ചാനൽ വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ലൈവായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതാണല്ലോ സത്യസന്ധത. ഒരാൾ പറയണതല്ലല്ലോ, ലൈവിലൂടെ എന്താണോ കാണുന്നത് അതാണ് സത്യസന്ധത. അത്രയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.